മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിലെ കബനിപ്പുഴയിൽ വേനൽക്കാലം ആരംഭിച്ചതോടുകൂടി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുട്ടികളും കുടുംബവുമായി എത്തുന്നവർ പുഴയുടെ ആഴം അറിയാതെ പുഴയിൽ ഇറങ്ങുന്നത് അപകടങ്ങൾ വരുത്തിവെക്കുന്നു. പെരിക്കല്ലൂർ തോണിക്കടവിന് മുകളിലുള്ള തേന്മാവിൻകടവ് എന്ന സ്ഥലത്ത് വൻ തിരക്കാണ് മിക്ക സമയങ്ങളിലുമുള്ളത്. അപകടം പതിയിരിക്കുന്ന വൻ കയങ്ങൾ ഇതിനടുത്താണ് ഉള്ളത്. അപകടത്തിൽപ്പെട്ടാൽ മാത്രമാണ് ഇത്ര ആഴമുണ്ടെന്ന് മനസ്സിലാകുക. ഇവിടെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് പെരിക്കല്ലൂർ പൗരസമിതി ആവശ്യപ്പെട്ടു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കബനിപ്പുഴയിലാണ്. ഈ വേനലവധി ആയപ്പോൾ വയനാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വളരെയധികം കുട്ടികളും കുടുംബങ്ങളും ഒന്നിച്ച് ഈ ഭാഗത്തേക്ക് വന്ന് കുളിക്കുവാനും മറ്റുമായി ജനങ്ങളെത്തുന്നുണ്ട്. വേനൽക്കാലമായതോടുകൂടി വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ, കുട്ടികളടക്കം ബൈക്കിനും മറ്റ് ഇതര വണ്ടികൾക്കടക്കം പെരിക്കല്ലൂർ പ്രദേശത്തേക്ക്, ഒപ്പം മരക്കടവ് പ്രദേശം, അങ്ങനെ പുഴയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അവരെല്ലാം കുളിക്കാനും മറ്റ് അനുബന്ധ കാര്യങ്ങളെല്ലാം ഈ കബനിപ്പുഴയെ ആശ്രയിക്കുകയാണ്. ധാരാളം ഒരു ദിവസം തന്നെ നൂറുകണക്കിന് ആളുകൾ ശരിക്കും പെരിക്കല്ലൂർ പ്രദേശത്തേക്ക് ഈ പുഴയിലേക്ക് വരികയും കാണുന്നതിനും ഒപ്പം വിനോദസഞ്ചാരം പോലെ ആളുകൾ എത്തിപ്പെടുന്നുണ്ട്. യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അതായത് ധാരാളം, എൻ്റെ പുറകിൽ കാണുന്നത് തന്നെ കയമാണ്. ഇതിനു മുമ്പും രണ്ടാളുകൾ മരണമടഞ്ഞ സ്ഥലമാണിത്. അപ്പോൾ അന്ന് ആളുകളടക്കം ഇവിടെയുള്ള തദ്ദേശീയരായ ആളുകളാണ് ഇവരെ രക്ഷിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. സർക്കാർ തലത്തിലോ അതുപോലെ തന്നെ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരുവിധ ഉള്ള സുരക്ഷാ മാനദണ്ഡങ്ങളോ ഒപ്പം തന്നെ അതിനു വേണ്ട മുൻകരുതൽ ബോർഡുകളോ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് വേണമെന്നാണ് പൗരസമിതിയുടെ ആവശ്യം. ഇനിയും ഒരു ദുരന്തം ഉണ്ടായിട്ട് നമ്മൾ അതിനെ കുറിച്ച് ആകുലപ്പെടുന്നതിലും മുന്നേ തന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇതിന് വേണ്ട മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നാണ് പൗരസമിതിയുടെ ഭാഗത്തു നിന്ന് എനിക്ക് പറയാനുള്ളത്. കബനിപ്പുഴയിൽ എത്തുന്ന ആളുകൾക്ക് നിരന്തരമായ അപകടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിൽ അപകട സൂചനാ ബോർഡുകൾ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിക്കുന്നതാണ്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി നടപടികൾ ഇലക്ഷൻ നിയന്ത്രണം തീർന്നാൽ ഉടനെ ചർച്ച ചെയ്ത് സ്വീകരിക്കുന്നതാണ്. പുൽപ്പള്ളി ന്യൂസിനു വേണ്ടി ഡാമിൻ ജോസഫ്.